എക്സിക്യൂട്ടീവ് എഞ്ചിനെ വിളിച്ചപ്പോൾ നമുക്ക് MLA-യുടെ കത്ത് കിട്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കൺമുന്നിൽ തന്നെ കാണാമല്ലോ. ആ വീട് ഇനി ഇടിഞ്ഞ് വീഴാറായി കിടക്കാണ്. അത് അവർക്ക് ഇവിടെ വീടിന് അനുയോജ്യമല്ല എന്ന് പറഞ്ഞിട്ട് അവര് പോയതാ. അങ്ങനെയുള്ള ഒരു പ്രദേശത്താണ് ഇത് കെട്ടിയിരിക്കുന്നത്. ഇത് ഒരു അഴിമതിയാണ്. ഇത് ഉദ്യോഗസ്ഥരുടെ അഴിമതിയാണ്. അത് അന്വേഷിക്കപ്പെടണം. നമസ്കാരം. ഇത് ചിറയൻകീഴ് പുരവൂരാണ്. പുരവൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആറ്റിങ്ങൽ നിന്ന് ചിറയൻകീഴ് പോകുന്ന വഴിക്കുള്ള സ്ഥലം കൂടിയാണ് പുരവൂർ. ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ അതിന് തുല്യത വേണം. പാവപ്പെട്ടവർക്കും പണക്കാർക്കും ഒരുപോലെ കിട്ടണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കോടീശ്വരനായ വ്യക്തിക്ക് വേണ്ടി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കെട്ടിക്കൊടുത്തത് 13 ലക്ഷം രൂപയോളം മുടക്കിയാണ് ഇപ്പോൾ കെട്ടിക്കൊടുത്തത്. അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അവർ ഇന്നലെ MLA-യുടെ ശശിയുടെ ഓഫീസിലൊക്കെ പോയിരുന്നു. ഇന്ന് അവരിപ്പോൾ ഇൻ്റലിജൻസിൻ്റെ കേസ് പരാതി കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള വിനീതാണ്. വിനീത് ഇവിടെ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. വിനീത്, എന്താ സംഭവം എന്ന് പറയുമോ? ഇത് എന്ന് പറയുന്നത് ഇറിഗേഷൻ്റെ ഒരു വർക്കാണ്. ഏകദേശം 13 ലക്ഷം രൂപയോളം 13-15 ലക്ഷം രൂപയോളം മുടക്കി ചെയ്യുന്ന ഒരു വർക്കാണ്. അപ്പോൾ ഇത് തുടക്കത്തിൽ തന്നെ ഇത് നമ്മൾ വർക്ക് തുടങ്ങുന്നത് തന്നെ അറിഞ്ഞിട്ടില്ല. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ബ്രോക്കർമാരൊക്കെ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പം എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഈ സ്ഥലം ഇപ്പം സൈഡ് വാള് കെട്ടി റെഡിയാക്കി അതിന് ശേഷം ഇത് കച്ചവടം ചെയ്യുന്നു എന്നുള്ളൊരു ഇത് അങ്ങനെ അന്നാണ് അത് പ്രൈവറ്റ് വ്യക്തിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഇത് അന്വേഷിച്ചപ്പോൾ എന്ത് വർക്കിലാണ് വരുന്നത് എന്നുള്ളതൊക്കെ അന്വേഷിച്ചായിരുന്നു. ഓൾറെഡി നമ്മൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പോയി നമ്മളെ പ്രതിഷേധം അറിയിച്ച് നമ്മൾ പരാതിയൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിനിങ്ങാന്ന് പോലെ അതങ്ങനെ പണി നിർത്തി വെച്ചിട്ടായിരുന്നു. അപ്പോൾ മിനിങ്ങാന്ന് പോലെ വീണ്ടും പണി തുടങ്ങി. അങ്ങനെ വന്ന് പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഇതിന് ഇതായിട്ട് ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഒന്നാമത്തെ കാര്യം സംസാരിക്കാനായിട്ട് തയ്യാറല്ല. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ വിവരാവകാശം കൊടുത്തോ എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇതാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനെ വിളിച്ചപ്പോൾ നമുക്ക് MLA-യുടെ കത്ത് കിട്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് എനിക്ക് നിയമത്തിൻ്റെ എല്ലാ വശങ്ങളും അറിഞ്ഞുകൂടെങ്കിലും എനിക്കറിയാമെന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു സ്വകാര്യ വ്യക്തിയുടെ കരമടയ്ക്കുന്ന ഇതിൽ സർക്കാരിൻ്റെ ഒരു പദ്ധതി എങ്ങനെയാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്തു തരുന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ വീട്ടിൽ ടൈലും കൂടെ ഇട്ട് തരണം. ആ ഒരു രീതിയിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അക്കരെ ഇരിക്കുന്ന ആ വീട് ഇടിഞ്ഞു വീഴാറായി. ഇറിഗേഷന്റെ ഓഫീസർ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അത് സാറേ അത് ഞാൻ സാറ് കണ്ടായിരുന്നു, ഇത് ഇടിഞ്ഞ് നാട്ടിലേക്ക് വീഴാറായി കിടക്കുകയാണ്, എന്തുകൊണ്ട് അതിന് നിവേദനം കിട്ടിയിട്ടില്ല? അപ്പോൾ ഇറിഗേഷൻകാർ തെളിയിക്കേണ്ടത് ഇത് ആരുടെ നിവേദനം കിട്ടിയിട്ടാണ്, ഇവിടുത്തെ വാർഡ് മെമ്പറുടെ ആണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പാർട്ടിക്കാരുടെ ആണോ? എല്ലാത്തിനും അവർ പറയുന്നത് MLA എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധിയാണ്. അത് CPM-കാരുടെ മാത്രമല്ല, LDF-ന്റെ അല്ല, ജനങ്ങളുടെ MLA ആണ്. അവിടെ 1001 നിവേദനങ്ങൾ വരും. ആ നിവേദനം കൊടുക്കുക എന്നുള്ള അതിന് ചിലപ്പോൾ ഒരു ഇത് കൊടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കും. അത് വന്ന് അന്വേഷിക്കേണ്ടതും ആ സ്ഥലത്ത് വന്ന് അന്വേഷിക്കേണ്ടത് ഇറിഗേഷന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ളവരാണ്. ഈ സ്ഥലം അനുയോജ്യമാണ്, ഇതുകൊണ്ട് സാധാരണക്കാർക്ക് എന്താണ് ഉപയോഗം എന്നെല്ലാം അന്വേഷിക്കേണ്ടത് ഉദ്യോഗസ്ഥരാണ്. അപ്പൊ ആ ഉദ്യോഗസ്ഥരുടെ ഒരു വീഴ്ച കൂടിയാണിത്. ഞാൻ ഇവിടെ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആ വീട് ഇടിഞ്ഞ് പുളിയാറിലേക്കാണ്. ഇന്ന് പ്രയോറിറ്റി കൊടുക്കാനുള്ളത് അവിടെയാണ്. കാരണം ഇവിടെ വീടൊന്നുമില്ല, ഇവിടെ വസ്തു മാത്രമേ ഉള്ളൂ. അതിൻ്റെ പ്രയോറിറ്റി കൊടുക്കാനുള്ളത് അല്ലേ? അതായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇതേ വ്യക്തിക്ക് തന്നെ തൊട്ടപ്പുറത്ത് ഒരു ഹാളുണ്ട്. ഹാളിന്റെ മുൻവശത്ത് ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഇതേ ഫണ്ട് ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതേ വ്യക്തിക്ക് തന്നെ വീണ്ടും ഇതെങ്ങനെ കിട്ടിയെന്നുള്ളൊരു ചോദ്യം. അന്ന് നിങ്ങൾ പരാതി കൊടുത്തില്ലേ? എന്താണ് അന്ന് ഈ ഇതിന് അതായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. എങ്ങനെ കെട്ടിയിട്ടുള്ള പരാതി പെട്ടിട്ടുണ്ട്, മനസ്സിലായി? അതെങ്ങനെ കെട്ടിക്കൊടുത്തു എന്നുള്ള പരാതിപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എങ്ങനെ ഇത് കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. ആ വ്യക്തിക്ക് തന്നെ എങ്ങനെ കിട്ടും? അത് അതെ, നിങ്ങളുടെ കൺമുന്നിൽ തന്നെ കാണാമല്ലോ. ആ വീട് ഇനി ഇടിഞ്ഞു വീഴാറായി കിടക്കാണ്. പക്ഷെ ഇവിടെ എന്ന് പറയുന്ന ഒരു വെള്ളപ്പൊക്ക ബാധിത പ്രദേശമല്ല. നമ്മുടെ ഈ കിഴിവിലം പഞ്ചായത്തിൽ തന്നെ ആദ്യം വെള്ളം കയറുന്ന ഒരു പ്രദേശമുണ്ട് മറുവശത്ത് അപ്പുറത്ത്. ആ സൈഡിൽ അവിടെ ഇടിഞ്ഞു കിടക്കാണ്. അവിടെ എങ്ങും കെട്ടാത്ത. ഇത് എല്ലാത്തിനും ഓരോ പറയുന്നത്, നിങ്ങൾ എന്താ അതിനെതിരെ ഒരു നിവേദനം തരാത്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിന്റെ നിവേദനം ആരാ തന്നതെന്നാണ് എനിക്കറിയേണ്ടത്. ഞാൻ ഈ വികസനത്തിനൊന്നും എതിരല്ല. വികസനം എല്ലാവർക്കും വേണം, അതിനൊരു തുല്യത വേണം. അതാണ് ഇത് ഒരാളിലേക്ക് മാത്രം ചുരുങ്ങുന്നതിലാണ്. നല്ല കാശുള്ള ഒരാളല്ല.
ആ പാർട്ട്ണർക്ക് ഇവിടെ കണ്ടോ ഈ വീട്, ഈ വീടിനൊരു ഇത് കെട്ടിയിട്ടിരിക്കുക. അവര് അടിസ്ഥാനം കെട്ടിയിട്ടിട്ട് അത് അവർക്ക് ഇവിടെ വീടിന് അനുയോജ്യമല്ല എന്ന് പറഞ്ഞിട്ട് അവര് പോയതാ. അങ്ങനെയുള്ള ഒരു പ്രദേശത്താണ് ഇത് കെട്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാനിവിടെ താമസിക്കുന്ന ഒരാളാണ്, ഈ വാർഡിൽ താമസിക്കുന്ന ഒരാളാണ്, വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ഒരാളാണ്. എൻ്റെ ഓർമ്മ വെച്ച കാലങ്ങളിൽ എന്തായാലും ഇവിടത്തെ മണ്ണ് ഇടിഞ്ഞ് വീണ് ഇവിടെ ഒരു വിഷയം ഉണ്ടാവുന്നത്. കാരണം ഇവിടെ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ വീടുകളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അപ്പൊ അതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. ഇതൊരു ടൂറിസത്തിന്റെ പദ്ധതി അങ്ങനെയുള്ളതൊന്നുമില്ല. ഇത് ചോദിച്ചപ്പോൾ ജനറൽ ഒരു എന്താ ഒരു ഓടിവെള്ളം പോലും പോവാത്ത സ്ഥലത്ത് എങ്ങനെയാണ് ടൂറിസം പദ്ധതി കിടക്കുക എന്നുള്ളത് ചോദ്യമാണ്. ഇതൊരു ജനറൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ MLA ഒരു കത്ത് എന്ന് പറയുന്നത് അവിടെ വരുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ചിലപ്പോൾ ഒരു കത്ത് കൊടുത്തേക്കാം. പക്ഷെ അത് ഉദ്യോഗസ്ഥരാണ് വന്ന് നോക്കി ചെയ്യേണ്ടത്. ഉദ്യോഗസ്ഥരാണ് ഈ സ്ഥലം ഇത് സാധാരണക്കാരനും ഉപകാരപ്പെടുമോ എന്ന് നോക്കി ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥരാണ്. അപ്പൊ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ്. ഇതിനെതിരെ ഞാൻ മുകളിലേക്ക് നിയമ നടപടി പരാതി കൊടുത്തോ? അതേ കൊടുക്കുന്നു എന്താണ്? അല്ല, ഇത് കാശ് വാങ്ങിച്ചുകൊണ്ട്, അതായത് ഉദ്യോഗസ്ഥര് കാശ് വാങ്ങിച്ചുകൊണ്ട് ഒരാൾക്ക് വേണ്ടി, അതായത് ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്ന, അത് ഒരു തവണയോ 2 തവണയോ അല്ല, ഒരു തവണയോ 2 തവണയോ അല്ല, ഇത് ഒരാൾക്ക് ഒരു തവണ എന്നല്ല, ഒരുപാട് പേർക്ക് സാധാരണക്കാർക്ക് ഉപകാരപ്പെടുത്ത ഒരു കാര്യമാണ് ചെയ്തത്. ഒരാൾക്ക് വേണ്ടി 13 ലക്ഷം രൂപ മുടക്കി നല്ല കാശുള്ള ഒരാൾക്ക് വേണ്ടി. ഇത് ഈ വർക്ക് വന്ന് നിർത്തിവെക്കുകയാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സ് ഒക്കെ ചെയ്തത്, എറിയൊക്കെ ചെയ്തത്. ഇത് സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണെങ്കിൽ എങ്ങനെ ഇവരത് നിർത്തിവെക്കും? സർക്കാരിൻ്റെ ഇത് റവന്യൂ ഭൂമിയോ പഞ്ചായത്ത് ഭൂമിയോ അങ്ങനെയുള്ള ഒന്നുമല്ല. എങ്ങനെ നിർത്തി? അതൊരു ചർച്ച ചെയ്തതിന് ശേഷം ചെയ്യാമെന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാണ് അവർ ചെയ്യുന്നത്? അപ്പോൾ അതാണ് പറഞ്ഞത്, ഇത് ഒരു അഴിമതിയാണ്, ഇത് ഉദ്യോഗസ്ഥരുടെ അഴിമതിയാണ്, അത് അന്വേഷിക്കപ്പെടണം. ഏതായാലും വളരെ വിചിത്രമായ സംഭവമായി പോയി. ഒരേ ഒരാൾക്ക് വേണ്ടിയിട്ട് 2 തവണ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കാശ് മുടക്കുമ്പോഴും ഇവിടെ അർഹരായ ആൾക്കാരുടെ വീടുകൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അതൊരു വിവേചനമാണ്, തുല്യതയില്ലാത്തൊരു കാര്യമാണ്. എന്തായാലും ഇവരുടെയൊക്കെ തലയ്ക്ക് മുകളിലിരിക്കുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണം. എന്നിട്ട് എന്താണ് സംഭവിച്ചുള്ള കാര്യം അന്വേഷിക്കണം. എന്തായാലും ഇവരൊക്കെ വിജിലൻസിന് കേസ് കൊടുക്കാൻ പോകുന്നുണ്ട്. എന്തായാലും ഒരു പരിഹാരം ഉണ്ടാവണം. അങ്ങനെ ചെയ്യുന്നതെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം. എൻ്റെ പുറകിൽ കാണുന്ന വീട് ഞാൻ കാണിച്ചു തന്നല്ലോ, അവിടത്തേക്ക് അവസ്ഥ വളരെ മോശമാണ്. ആ വീട് എപ്പോൾ കൊണ്ട് കഴിഞ്ഞാൽ ഈ ഒരു തോട്ടത്തിലേക്ക് പോവാം. അവർക്കൊന്നും കിട്ടാത്ത ഒരു ഉപകാരമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് മാത്രം കിട്ടിയിരിക്കുന്നത്. സ്പെൻസിന് വേണ്ടി ക്യാമറമാൻ വിപിനൊപ്പം ശ്രീജിത്ത് മാരാർ, സൈനിങ് ഓഫ്.